നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ നല്ല സുഖമായി തന്നെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എക്സ്ട്രാ കെയർ കൊടുക്കുന്നില്ലേ? ഞങ്ങളിവിടെ എക്സ്ട്രാ കെയർ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയും പോകുന്നുണ്ട്. ഈയിടെ എൻ്റെയും ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിൽ ഇപ്പം നെഗറ്റീവാണ്. എന്നാൽ ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വെരി വെരി ഹോട്ട് ചിക്കൻ കറി. അത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കൂടാതെ അതിൻ്റെ ഒപ്പം ഫ്രൈഡ് റൈസും. എന്നാൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് നീങ്ങാം. ആദ്യം നമ്മുടെ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ആട്ടെ. ചിക്കൻ അരച്ചിടാനുള്ള കാഷ്യൂനട്ട്, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 കിലോ ചിക്കൻ ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, 3 ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യമുള്ള കറി ലീവ്സ്, 1 കിലോ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നത്, ആവശ്യമുള്ള ഓയിൽ, ചിക്കൻ ആവശ്യത്തിനുള്ള കടുക്, ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സോൾട്ട്. എന്നാൽ നമുക്ക് കുക്കിങ്ങിലോട്ട് നീങ്ങാം. ചിക്കൻ കറി വെക്കാൻ ആവശ്യമായ പാന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൗ ഓണാക്കാം. നമ്മുടെ പാൻ ചൂടായി. എന്നാൽ ഞാൻ എണ്ണ ഒഴിക്കുവാണേ. ഞാൻ വളരെ കുറച്ച് എണ്ണ ഈ ചിക്കൻ കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 1.5 ടീസ്പൂൺ ഉള്ളി. എണ്ണ ചൂടായി. എന്നാൽ നമുക്ക് നമ്മുടെ കടുക് ആദ്യം ഇടാം. നമ്മുടെ കടുക് ചൂടായി. നമുക്കിത് കരിയാപ്പില ഇടാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിരുന്നത്, നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉപ്പിടാം. നമുക്കിത് പതുക്കെ ഒന്ന് മൂടി വെച്ച് വയ്ക്കാം. നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഞാനൊരു ശകല എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മഞ്ഞൾ കുറച്ചിടാം. ഇതെല്ലാം ഇത്രയും ചെറുതാക്കി അരിഞ്ഞ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനായിട്ട് നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാണ്ട് ലൈനായിട്ടും അരിയാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നായിട്ട് അരിയാം നീളത്തിൽ. പക്ഷെ ഞാനിത് ചെറിയ കുനുകുനാന്ന് അരിഞ്ഞിരിക്കുന്നത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ബട്ടർ ചിക്കൻ പോലെ ഇരിക്കും. പക്ഷേ ഇത് എൻ്റെ ഒരു വെറൈറ്റി ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ചിക്കൻ കറി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഈ തീ കുറച്ച് നമ്മുടെ മസാല ഓരോന്നോരോന്ന് ഇടാൻ പോവാണ്. കാരണം മസാല നമുക്ക് കരിഞ്ഞു പോകരുത്. നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്ത് അരിഞ്ഞ് തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പിലെല്ലാം നിങ്ങൾക്ക് കാണത്തില്ല, ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് എല്ലാം നല്ല മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് നമ്മുടെ മസാലയും ഇടാം. ഓക്കെ, ഇത് ഗരം മസാല, നമ്മളെടുത്ത് വെച്ച മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, നമ്മുടെ ചിക്കൻ മസാല, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ തീ വളരെ കുറച്ചായിട്ടിരിക്കുന്നത് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി. കാരണം ഞാൻ തീരെ എണ്ണ ഒഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മസാല എല്ലാം നല്ല രീതിയിൽ ഫ്രൈ പോലെ ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക്
മസാലയെല്ലാം ചിക്കനകത്താകാനുള്ള രീതി ഇതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അത്യാവശ്യം തിളയ്ക്കുന്നിടം വരെ നല്ല തീയിൽ ഇത് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ തീയിൽ കുറഞ്ഞത് 20 മിനിറ്റേലും വേവിക്കണം. അപ്പം ആ സമയം കൊണ്ട് നന്നായിട്ട് വേവുകയും ഈ ചിക്കനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങി ആവശ്യമുള്ള ഗ്രേവി പോലെ ആവുകയും ചെയ്യും. ഇതേ നമുക്ക് ഇതിന് അരച്ചിടാനുള്ള കാഷ്യൂനട്ട് മിക്സിക്കകത്ത് കത്തിക്കാം. ഓക്കെ, നല്ല രീതിയിൽ മസാല എല്ലാം പിടിച്ചെല്ലായിടത്തും. നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് മൂടി വെച്ച് നമുക്കിത് നല്ല രീതിയിലൊന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാനിനി ഇത് 20 മിനിറ്റ് കുറഞ്ഞ സ്ലിമ്മിൽ വേവിക്കാൻ പോവാണ് മൂടി വെച്ച്. ഞാനപ്പോഴത്തേക്ക് നമ്മുടെ കാഷ്യൂനട്ട് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, എന്നാൽ നമുക്കിനി ഈ കാഷ്യൂനട്ട് അരച്ച് ഇച്ചിരി ഗ്രേവി പോലെ ചാറാക്കാം. തേങ്ങ അരയ്ക്കാം, പീനട്ട് അരയ്ക്കാം, വാൾനട്ട് അരയ്ക്കാം, യോഗോട്ട് ഇടാം. പക്ഷെ ഞാനിവിടെ കാഷ്യൂനട്ട് അരയ്ക്കുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റിനും കൂടുതൽ തിക്നെസ് കിട്ടാനും. ഇത് കോവിഡിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു ബെസ്റ്റ് സാധനമാണ് കാഷ്യൂനട്ടും പിന്നെ പീനട്ടും. അതുകൊണ്ട് ഒരുമാതിരി എല്ലാ കറിയേക്കും ഞാനിപ്പം കാഷ്യൂനട്ടാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഞാനിത് അരച്ചുകൊണ്ട് വരാം. ചിക്കൻ അത്യാവശ്യം വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ നല്ല ഗ്രേവി ആയിട്ടുണ്ട്. നമ്മുടെ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല രീതിയിൽ അലിഞ്ഞ് ചാറിനകത്തോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ട്. കാഷ്യൂനട്ട് അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തായിരുന്നേ, അതുകൊണ്ട് ഒരു മിൽക്കി കളറൊക്കെ വന്നിരിക്കുന്നത്, അല്ല പൊടി പോലെ ഇരിക്കും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് നീങ്ങാം. 2 കപ്പ് ബസുമതി റൈസ് കഴുകി വെച്ചിരിക്കുന്നത്, ഫ്രൈഡ് റൈസിന് ആവശ്യമായ കാഷ്യൂനട്ട്, ഇന്നത്തെ ഫ്രൈഡ് റൈസിന് ആവശ്യമായ ഹെർബ്സും സ്പൈസസും, മുന്തിരി, ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള മിക്സ്ഡ് വെജിറ്റബിൾ. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫ്രോസൺ ആണ് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കാൻ പോണ ഗീ, ബസുമതി അരിക്ക് ആവശ്യമുള്ള വെള്ളം, ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സോൾട്ട്. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിലോട്ട് നീങ്ങാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ബസുമതി റൈസ് വെക്കുവാണ്. ഞാൻ സോൾട്ട് ഇടുവാണ്. എങ്ങനെയാകുമ്പോഴത്തേക്കും ഇത് റൈസിനകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഇളക്കി വെക്കാം. ഇതിനി മൂടി നിങ്ങൾ വേട്ടെ. 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് തിളച്ചു. നല്ല രീതിയിൽ വെന്ത് നമുക്കിനി അത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് വാർത്തെടുക്കാം. അപ്പം ഞാൻ നിർത്തുവാണ് സ്റ്റൗ. വെള്ളം നല്ല രീതിയിൽ സെപ്പറേറ്റ് ആയി, ചോറ് മാറി മാറി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രൈഡ് റൈസ് സ്റ്റെപ്പിലോട്ട് നീങ്ങുവാണ്. ഞാൻ പാൻ വെച്ച് സ്റ്റൗ ഓണാക്കുന്നു. സ്റ്റൗ കത്തിച്ചു. ഇനി ഈ പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഗീ ഇടാം. നമ്മുടെ പാൻ ചൂടായി, നമുക്കിനി ആവശ്യമുള്ള ഗീ ഇടാം. നമ്മുടെ നെയ്യ് ചൂടായി അല്ലെങ്കിൽ ഗീ ചൂടായി, നമുക്കിനി നമ്മുടെ മുന്തിരി ഒന്ന് ചൂടാക്കി വെക്കാം. ഓക്കെ, ഇത് ഞാൻ മാറ്റി വേറൊരു പാനിലോട്ട് ആക്കുവാണ്. നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത ഇതിനാവശ്യമുള്ള ഹെർബ്സ് ആൻഡ് സ്പൈസസ് ഇട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഞാൻ നമ്മുടെ മിക്സ് വെജിറ്റബിൾ ഇടാൻ പോകണം. നമുക്ക് നമ്മുടെ വെള്ളം മാറിയിരിക്കുന്ന ബസുമതി റൈസ് നമുക്കിനി മിക്സ് ചെയ്യാം.
ഏകദേശം റെഡിയായി. വെളുപ്പത്തിൽ പാൽ ചെയ്യണമെങ്കിൽ ഒരു ഒറ്റ ട്രിക്കേ ഉള്ളൂ. നിങ്ങൾ 10 മിനിറ്റ് ബസ്മതി റൈസ് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ ഒത്തിരി സമയം എടുക്കുകയല്ല വേകാൻ. ഞാനിത് വെറും 20 മിനിറ്റ് എടുത്തുള്ളൂ നല്ല രീതിയിൽ വേവിച്ചെടുക്കാൻ. വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇതിന് മുകളിലോട്ടിടാം. പിന്നെ കാഷ്യൂനട്ട് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്യാത്ത. അങ്ങനെയാകുമ്പോൾ കരിഞ്ഞു പോകും. നമുക്ക് ചെറുതായിട്ടൊന്ന് ഒറ്റ ഇളക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തി മൂടി വെക്കാം. ഓരോ അരിയും മാറി മാറി ഇട്ട കിടക്കുന്നത്. അത് കറക്റ്റ് പാകത്തിൽ കിട്ടിയോണ്ടാണ്. ബസ്മതി റൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവലാണ് അതിൻ്റെ പാകവേ. അത് നോക്കി വേവിക്കണേ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ തിന്നുമ്പോൾ കടിക്കും. അപ്പടി വെന്ത് പോയി കഴിഞ്ഞാൽ അത് കട്ടയായിട്ടിരിക്കും. ഇതുപോലെ മാറി മാറി കിടക്കില്ല. ഞാൻ സ്റ്റൗ നിർത്തി കേട്ടോ. മൂടി വെക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മണമെല്ലാം നല്ല രീതിയിൽ പിടിക്കാനാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിന് കറിയുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു അച്ചാർ മാത്രം മതി തിന്നാൻ. നമ്മുടെ സ്പൈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഫ്രൈഡ് റൈസും. കണ്ടാൽ തന്നെ അറിയത്തില്ലേ, ചോറൊക്കെ മാറി മാറി കിടക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് പ്രധാനമായിട്ടും ഗസ്റ്റൊക്കെ വരുമ്പം അല്ലെങ്കിൽ ഫങ്ഷൻ ഉള്ളപ്പം ഇത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അടുത്ത പ്രാവശ്യം അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.